Good morning to all. Welcome to your Maths Club. I am Sida. Now I am going to discuss about the second chapter in your English textbook, part number 1, The Snake and the Mirror, written by Vaikom Muhammad Bashir. I know you are familiar with the author Vaikom Muhammad Bashir. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഓഥറാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഹിസ് ഓൾസോ നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ അല്ലേ. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഓൾറെഡി നമ്മൾ പഠിച്ചു, പാത്തുമ്മയുടെ ആട് നമ്മൾ പഠിച്ചു, അതുപോലെ ഭൂമിയുടെ അവകാശികൾ നിങ്ങൾ വായിക്കേണ്ട ഒരു ടെക്സ്റ്റാണ്. ഇതിലെല്ലാം ആ ഒരു നേച്ചറും ഹ്യൂമൻ ബീയിങ്ങും തമ്മിലുള്ള ആ ഒരു ഹാർമണി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സിലും ഈ ഒരു കാര്യം അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 1982 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ ഭയങ്കര ഹ്യൂമറാണ്, അതുപോലെ സറ്റയറാണ്, ഹ്യൂമറാണ്, വളരെ നന്നായിട്ട് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വർക്ക്സാണ് ഇദ്ദേഹത്തിൻ്റെത് എല്ലാം. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ദി സ്റ്റോറി. ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പ്രൊട്ടാഗണിസ്റ്റ് or the main character is a homeopath. ഹോമിയോപാത്ത് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ പ്രാക്ടീസിങ് ഇൻ ഹോമിയോപ്പതി. പിന്നെ പറയാനുള്ളത് അതിൻ്റെ നറേറ്റീവ് സ്ട്രക്ചറാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയുടെ നറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം ഇദ്ദേഹം ഒരു തേർഡ് പേഴ്സൺ നറേറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അതൊരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലേക്ക് പോകുന്നു. പിന്നെ എൻഡ് ചെയ്യുന്നതും ഒരു തേർഡ് പേഴ്സൺ നറേഷനിൽ കൂടിയാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ സ്റ്റോറി എങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. Okay, has a snake ever called itself round any part of your body? A full-blooded cobra? All of us fell silent. The question came from the homeopath. The topic came up when we were discussing snake. We listened attentively as the doctor continued with the tale. The story starts with a question. എന്താ ആ question? ആരാണ് ചോദിക്കുന്നത് ആ question? Has a snake ever called itself round any part of your body? ആരാണ് ചോദിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? എ ഹോമിയോപാത്ത്. നമ്മൾ പറഞ്ഞു ഹോമിയോപാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓൾ ഓഫ് us fell silent. എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ എല്ലാവരും വളരെ സൈലൻ്റ് ആയി. ഇത് ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപാത്ത്. ഹു ആസ്ക്ഡ്? ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദി ഹോമിയോപാത്ത്. The topic came up when we were discussing snake. We listened attentively as doctor continued with the tale. We are discussing about snake. ഞങ്ങൾ ആ സ്നേക്കിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആ ടോപ്പിക്കാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ഹോമിയോപാത്ത് ഈ ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് ചോദിച്ചത്. എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് വളരെ അറ്റൻറ്റീവ്ലി ഈ ഒരു കഥ കേട്ടുകൊണ്ടിരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ്. It was a hot summer night about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above us. I opened the door. The sound was familiar one. One could say that rats and I shared the room. I took off my box of matches and lighted the kerosene lamp on the table. It was a hot summer day, summer night. The summer സീസൺ നമ്മൾ ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആണ്. സമ്മർ സീസൺ അല്ലേ. അഡ്വഞ്ചേഴ്സിൻ്റെ ബെന്യൻ ട്രീ നമ്മൾ പഠിച്ചു. അഡ്വഞ്ചേഴ്സിൻ്റെ ബെന്യൻ ട്രീയിൽ ആ ഒരു ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നത് എപ്പോഴാണ്? ഒരു സമ്മർ സീസണിലാണ് നടക്കുന്നത് അല്ലേ. ആ ഗാർഡൻ ഇൻസിഡൻറ്റ് ഒക്കെ നടക്കുന്നത് സമ്മർ സീസണിലാണ്. അതേപോലെ ഒരു സമ്മർ നൈറ്റ്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്. അപ്പോൾ 10 o'clock, ഏകദേശം എത്ര മണിയായിട്ടുണ്ടാവും? ഒരു 10 മണിയോട് എടുത്തിട്ടുണ്ടാവും. I had my meal at the restaurant and returned to my room. I had my meal from the restaurant and returned to my room. റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ച ശേഷം ഞാൻ റൂമിലേക്ക് മടങ്ങി കതക് തുറക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ശബ്ദമാണ് അല്ലേ. അത് എന്തായിരുന്നു ആ ശബ്ദം എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയേ. One could say that rats and I shared the room. റാറ്റ്സ് ആണ് മുകളിലുള്ളത് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും റാറ്റ്സും ഞാനും കൂടെയാണ് ഈ റൂം ഷെയർ ചെയ്യുന്നതെന്ന്. അല്ലാതെ ഡയറക്റ്റായിട്ട് അദ്ദേഹം പറയല്ല ഇത് റാറ്റ് ആണ് എന്ന് ഡയറക്റ്റ് പറയല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ ഒരു രീതിയാണ്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ രീതിയാണത്. അദ്ദേഹം ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല ഇത് റാറ്റ് ആണെന്ന്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും ഞാനും
റാറ്റ്സും കൂടിയിട്ടാണ് ഈ ഒരു റൂം ഷെയർ ചെയ്യുന്നത് എന്ന്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് കെറോസിൻ ലാമ്പ്, എന്താ കെറോസിൻ ലാമ്പ്? മണ്ണെണ്ണ വിളക്ക് അല്ലേ, ആ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. The house was not electrified. It was a small rented room. I had just set up medical practice and my earnings were meager. I had about 60 rupees in my suitcase, along with some shirt and dhotis. I also possessed one solitary black coat, which I was then wearing. Then അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷനാണ് നമുക്കവിടെ മനസ്സിലാകുന്ന തേർഡ് പാരഗ്രാഫിൽ അല്ലേ. അദ്ദേഹം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം അല്ലേ. അദ്ദേഹം ആ മെഡിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഏർണിങ്സ് വെരി മീഗർ മീൻസ് വെരി ലെസ് അല്ലേ, വളരെ കുറവാണ്. അത്രയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഏർണിങ്സ്. പിന്നീട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു 60 റുപ്പീസാണ്, 60 രൂപയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ധോത്തിയും ഒരു ഷർട്ടും ഉണ്ട്. പിന്നെ പറഞ്ഞ ലാസ്റ്റ് അദ്ദേഹം പൊസ് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അവിടെ സോളിറ്ററി ബ്ലാക്ക് കോട്ട് എന്നാണ് പറഞ്ഞത്. എന്തായിരിക്കും സോളിറ്ററി ബ്ലാക്ക് കോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അദ്ദേഹത്തിന് ആകെ ആ ഒരു കോട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അതിനെ ആ ഒരു സോളിറ്ററി എന്നൊരു വേർഡ് കൊണ്ട്, ഏകാന്തത അനുഭവിക്കുന്ന ആ ഒരു സോളിറ്ററി എന്നൊരു വേർഡ് കൊണ്ട് അദ്ദേഹം അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർത്ത് പാരഗ്രാഫ്. I took off my black coat, white shirt and not so white vest and hung them up. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had tiled roof with a long supporting gaps and rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air, but the wind god seemed to have taken time of it. എന്താ ഈ ഒരു ഫോർത്ത് പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് ആ ഒരു ഹൗസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ആ ഹൗസിൻ്റെ ഒരു സ്ട്രക്ചർ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ റൂം അത് എന്താണ്, ഫ്രണ്ടിലേക്ക് ഓപ്പൺ യാർഡിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു റൂമാണെന്നും തുറന്നാൽ നേരെ ഓപ്പൺ ഏരിയയിലേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ആ ഒരു റൂഫിൻ്റെ സ്ട്രക്ചർ പറയുന്നുണ്ട്. ഒരു ബീം ഉണ്ടായിരുന്നു. ആ ബീമിൻ്റെ മുകളിൽ എപ്പോഴും ഒരു റാറ്റ്സിൻ്റെ റെഗുലർ ട്രാഫിക് ഉണ്ട്. എന്നാൽ റെഗുലർ ട്രാഫിക് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് റാറ്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, അതിനെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പിന്നെ എന്താ പറഞ്ഞത്, അദ്ദേഹത്തിന് ഉറങ്ങാൻ തോന്നി, അദ്ദേഹത്തിന് പിന്നെ ഉറക്കം അനുഭവപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം പിന്നെ കിടക്കയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് അദ്ദേഹം കിടക്കാനൊരുങ്ങണം. പക്ഷേ ഉറക്കം എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എന്നിട്ട് പുറത്തേക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? കുറച്ച് കാറ്റിന് വേണ്ടി. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നോക്കി, ആ ഒരു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ശൈലിയാണ് ആ ഒരു പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് നമ്മൾ കാണുന്നത്. നോക്കിയത്, I got up and went out to the veranda for a little air, but the wind god seemed to have taken time of it. ആ വിൻഡ് ഗോഡ് അദ്ദേഹം എത്ര ഒരു നർമ്മ പ്രധാനമായിട്ടാണ് ആ ഒരു കാര്യം വിവരിച്ചിരിക്കുന്നതെന്ന് നോക്കിയാൽ നിങ്ങൾ. എന്താ പറയുക, ആ ഒരു കാറ്റിൻ്റെ ദേവത പണിയൊക്കെ മതിയാക്കി നേരത്തെ പോയി കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നത്. എത്ര മനോഹരമായാണ് ആ ഒരു സെൻറ്റൻസ് അവിടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. I went back into the room and sat down on the chair. I opened the box beneath the table and took out of a book the Materia Medica. അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക്, ഇവിടെ കാറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് തിരിച്ചു പോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെയറിലിരുന്നു. അദ്ദേഹം പിന്നെ ഒരു ടെക്സ്റ്റ് എടുക്കുകയാണ്. അദ്ദേഹം അവിടെ വെറുതെ അദ്ദേഹത്തിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ടെക്സ്റ്റ് എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് അല്ലേ. അദ്ദേഹം നമ്മൾ പറഞ്ഞു ഹീസ് എ ഹോമിയോപാത്ത്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ദ മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് എടുത്ത് വായിക്കാനായിരിക്കണം അദ്ദേഹം ആ ടേബിളിൽ വെച്ചു. ആ ടേബിളിൻ്റെ അടുത്ത് തന്നെ ഒരു മിററുണ്ട്. ആ മിററിന് ആ ടേബിളിനോട് ചേർന്ന് തന്നെ എന്താണ് ഒരു കാം എന്ന് വെച്ചാൽ ചീപ്പ് അല്ലേ, ആ ചീപ്പും അതിന് സൈഡായിട്ട് ഉണ്ട്. നെക്സ്റ്റ് സിക്സ് പാരഗ്രാഫ്. വൺ ഫീൽസ് ടൈം ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ അല്ലേ. ആർക്കാലും തോന്നും എന്താണ് ഒരു പിന്നെ മിറർ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളതിനെ ഫേസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയുള്ള ടെൻഡൻസി ആർക്കായാലും ഒന്ന് ഉണ്ടാകുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഐ ടുക്ക് എ ലുക്ക്. In those days, I was a great admirer of beauty and I believed in making myself look and handsome. അദ്ദേഹത്തിൻ്റെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് കുറച്ച് കൂടുതലാണ്. അദ്ദേഹം കുറച്ച് ഹാൻഡ്സമായി നടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു.
I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. അദ്ദേഹം അടുത്തുള്ള ആ ഒരു ചീപ്പ് എടുക്കുകയും ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ മുടി നീറ്റായിട്ട് ചീകി ഒതുക്കുകയും ചെയ്തു. അല്ല, ആർക്കല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ഒരു എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി നോക്കിയേ. നമ്മൾ ആദ്യം ആ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് നോക്കിയേ. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആർക്കായാലും മിറർ അടുത്ത് വെച്ചാൽ ആർക്കായാലും ഒരു ടെൻഡൻസി ഉണ്ടാവും അതൊന്ന് നോക്കാൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. It was, after all, a bachelor and a doctor. അദ്ദേഹം എന്താ പറഞ്ഞു? അദ്ദേഹം he took important decision അദ്ദേഹം എടുത്തു. എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഡെയിലി ഷേവ് ചെയ്യും. എന്തിനാ ഡെയിലി ഷേവ് ചെയ്യുക എന്ന് അദ്ദേഹം പറയുന്നത്? ടു ലുക്ക് മോർ ഹാൻസം, ഇതിലും ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിലും മനോഹരമായി അദ്ദേഹത്തിൻ്റെ ഫേസ് ഇരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ ഡെയിലി ഷേവ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ആ ഒരു തിൻ മസ്റ്റാഷ് മീശ അല്ലേ, ഒരു തിൻ മസ്റ്റാഷ് അദ്ദേഹം വെക്കും. അദ്ദേഹം മോർ ഹാൻസമായി കാണപ്പെടാൻ വേണ്ടിയിട്ട്. I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. He made another important decision. And the earth-shaking എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആയിട്ടുള്ള ഡിസിഷനെയാണ് നമ്മൾ earth-shaking decision എന്ന് പറയുന്നത്. I would always keep that attractive smile on my face. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ആ ഒരു അട്രാക്റ്റീവ് സ്മൈൽ അതെൻ്റെ ആ ഫേസിൽ എപ്പോഴും കീപ്പ് ചെയ്യും. To look more handsome. എന്തിനു വേണ്ടിയിട്ടാണ്? To look more handsome. I was, after all, a bachelor and a doctor. Two on top of it. എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ എന്താണ്? I'm a bachelor and I'm a doctor. അദ്ദേഹത്തെ തന്നെ പുകഴ്ത്തിയിട്ട് ഒരുപാട് പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നിങ്ങൾ എഴുതൂലേ? അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട് ഐ എം എ ഡോക്ടർ, ഐ എം എ ബാച്ചിലർ എന്നൊക്കെ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്? ഐ എം എ ബാച്ചിലർ, ഐ എം എ ഡോക്ടർ എന്ന് പറയുന്നത് അല്ലേ? ഒരു വിവാഹകാര്യമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട് അല്ലേ? ഞാൻ ബാച്ചിലറാണ്, ഒരു ഡോക്ടറാണ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ. നമുക്ക് നോക്കാം നെക്സ്റ്റ് പാരഗ്രാഫ്. Again came that noise from above. പിന്നീട് ആ നോയ്സ് മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എന്തായിരിക്കും അല്ലേ ഇത്? I got up, lit a beedi and placed up and down the room. Then another lovely thought struck me. അദ്ദേഹം ആ ഒരു ബീഡിയൊക്കെ കത്തിച്ച് പിന്നീട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പിന്നീട് ഒരു ലവ്ലി തോട്ട് അദ്ദേഹത്തിന് ആ ലവ്ലി തോട്ട് അദ്ദേഹത്തിന് സ്ട്രക്ക് ചെയ്തു. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ലവ്ലി തോട്ട് എന്ന് അദ്ദേഹം പറയുന്നത്? I would get married to a woman doctor who had plenty of money and good medical practice. അല്ലേ? അദ്ദേഹം മാരി ചെയ്യും. എങ്ങനെയുള്ള ആളെയാണ്? എ വുമൺ ഡോക്ടർ ആയിരിക്കും. പിന്നെ എന്തുണ്ടാകണം അവർക്ക്? പ്ലെൻറ്റി ഓഫ് മണി, ഒരുപാട് മണി ഉണ്ടാകണം. പിന്നെ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസും കൂടെ ഉണ്ടാകണം. ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. പിന്നെന്താണ് പറയുന്നത്? ഷീ ഷുഡ് ബി വെരി ഫാറ്റ്. ആ സ്ത്രീ എന്തായിരിക്കണം? വളരെ ഫാറ്റ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഒരു തടിച്ച സ്ത്രീയെ മാത്രം ഇദ്ദേഹം വിവാഹം ചെയ്യുമെന്ന് പറയുന്നത്? നമുക്ക് നോക്കേണ്ട റീസൺ എന്താണെന്ന്. If I made some silly mistake and need to run away, she should not be able to run after me and catch me. ഞാൻ എന്തെങ്കിലും സില്ലി മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എൻ്റെ പുറകെ ഓടി എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റാതിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഷീ ഷുഡ് ബി ഫാറ്റ്. അദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു സ്ത്രീ ഫാറ്റ് ആയിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. 10th paragraph. With such thoughts in my mind, I received my seat in the chair in front of the table. അല്ലേ? ഈ ഒരു സുന്ദരമായ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആ സീറ്റിൽ അദ്ദേഹം പോയി പിന്നെ ഇരുന്നു. There was no more sound from above. Suddenly there came a dull thud as if a rubber tube had fallen to the ground. Surely nothing to worry about. പെട്ടെന്നാണ് എന്തോ ഒരു റബ്ബർ ബോളുള്ള സാധനം താഴോട്ട് പതിച്ച് അദ്ദേഹത്തിന് മനസ്സ് പിന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്കും ഉണ്ടാവില്ല ഒരു ടെൻഡൻസി, എന്തെങ്കിലും നമ്മുടെ ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ളൊരു ടെൻഡൻസി നമുക്കും ഉണ്ടാവും അല്ലേ?
ഷുവർലി നത്തിങ് ടു വെറി അബൌട്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു ഇനി ഒന്നും പ്രത്യേകിച്ചൊന്നും നമുക്ക് വറി ചെയ്യാനില്ല, ആകുലപ്പെടേണ്ടതില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തെ പറയുന്നുണ്ടെങ്കിലും even so I thought I would turn around and take a look. No sooner had I turned than a fat snake wrinkled over the back of the chair landed on my shoulder. എന്താ സംഭവിച്ചത് അവിടെ? അദ്ദേഹം ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴേക്കും ആ ഒരു എന്താ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്നേക്ക് അല്ലെ, ആ സ്നേക്ക് ആ ഒരു ചെയറിനെ ട്രിങ്കിൾഡ് ചെയ്തിട്ടുണ്ട്, ചുറ്റി വളഞ്ഞ് ആ ഒരു ചെയറിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലുണ്ടാവുകയും അത് അദ്ദേഹത്തിൻ്റെ എന്താണ് ഷോൾഡറിലേക്ക് കടന്നു ചെല്ലാനുള്ള ആ ഒരു രൂപത്തിലാണ് അത് നിൽക്കുന്നത് അല്ലേ. നോക്കാം നമുക്ക്. The snakes landing on me and my turning were simultaneous. ആ സ്നേക്കിൻ്റെ ആ വരവും എൻ്റെ തിരിയലെല്ലാം ഒരുമിച്ചായിരുന്നു. ഈ സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചേ, രണ്ട് ആക്ട്, അത് രണ്ട് ആക്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടി, രണ്ട് ക്രിയകളെ, രണ്ട് ആക്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ സൈമൾട്ടേനിയസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, അദ്ദേഹത്തിൻ്റെ പുറത്ത് ആ സ്നേക്ക് വന്നതും അദ്ദേഹം തിരിഞ്ഞു നോക്കിയതും രണ്ടും ഒരുമിച്ചായിരുന്നു, അല്ല സഡൻ റിയാക്ഷൻ ആയിരുന്നു രണ്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. I didn't jump, I didn't tremble, I didn't cry out. There was no time to do any such a thing. I didn't cry, ഞാൻ കരഞ്ഞില്ല. I didn't tremble, ഞാൻ നിലവിളിച്ചില്ല. I didn't jump, ഞാൻ ഒന്നും ചെയ്തില്ല. ബട്ട് എന്താ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കന്നെ എല്ലാം സംഭവിച്ചിരുന്നു, ഇങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഇല്ല, അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇത് snake slithered along my shoulder and crawled round my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches from my face. എന്താ പറഞ്ഞത്? ആ ഒരു കോബ്ര ഹുഡ് എന്താ ഹുഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോബ്രയുടെ ആ ഒരു പത്തിയല്ലേ, പത്തിയൊക്കെ വിടർത്തി അദ്ദേഹത്തിൻ്റെ ബാക്കിൽ അതിങ്ങനെ നിൽക്കുകയാണ്. ജസ്റ്റ് എത്ര ഇഞ്ചസ് ഉണ്ട്? 3 ഇഞ്ചസിലെ ഡിസ്റ്റൻസേ ആ കോബ്രയും അദ്ദേഹവും തമ്മിൽ ഉള്ളൂ അല്ലേ. 3 ഇഞ്ചസ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? ജസ്റ്റ് ഇത്ര ഉണ്ടാവും അല്ലേ. ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഇവർ തമ്മിൽ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. It would not be correct to say merely that I sat there holding my breath. I was turned to a stone. അദ്ദേഹം പറഞ്ഞ ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് ഞാനൊരു ശില പോലെ, ഒരു കല്ലിനെ പോലെ ആയി മാറിയെന്നാണ് പറയുന്നത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഓടി നിലവിളിച്ച് ഓടിപ്പോകും അല്ലേ. ഇദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം അവിടെ സ്ട്രക്കായി നിൽക്കുക ചെയ്ത്. ഇതിനെ കണ്ടുള്ള ആ ഒരു റിയാക്ഷനിൽ അദ്ദേഹം അവിടെ സ്ട്രക്കായി നിന്നു. But my mind was very active. But his mind was very active. അദ്ദേഹം അവിടെ ഒരു സ്ട്രക്കായി നിന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. The door opened into the darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. നല്ല ഇരുട്ടായി, ആ റൂമൊക്കെ ഇരുട്ട് കൊണ്ട് നിറഞ്ഞ് ആ ഒരു ഇരുട്ടിൽ അദ്ദേഹം എന്തായി? ഒരു സ്റ്റോൺ പോലെ ആയി. ഒരു സ്റ്റോൺ ഫ്ലഷ് കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യനാണെങ്കിലും അദ്ദേഹം എന്താണ്? ഒരു സ്റ്റോൺ പോലെ ആയി എന്നാണ് അദ്ദേഹം പറയുന്നത്. I felt then the great presence of the creator of this world and universe. God was there. Suppose I said something and he did not like it. എന്താ പറഞ്ഞ അദ്ദേഹം? ഞാൻ എന്തെങ്കിലും ഗോഡിനോട് പറഞ്ഞ ഒരു പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന്. അതൊരു സോഷ്യൽ സറ്റയർ ആണല്ലേ. അവിടെ ഒരു ക്രിറ്റിസിസം വരുന്നുണ്ട്. എന്താ പറയുന്നത്? ഇപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ, നമ്മളിതൊരു ട്രബിൾ സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് ഗോഡിനെ വിളിക്കുകയാണെങ്കിൽ ഗോഡ് അത് കേൾക്കണം എന്നില്ല. എപ്പോഴും ഗോഡിനെ വിളിക്കാത്ത ഒരാൾ പെട്ടെന്ന് നമുക്കൊരു സാഡ് ഇൻസിഡൻറ്റ് വരുമ്പോൾ മാത്രം ഗോഡിനെ വിളിക്കുകയാണെങ്കിൽ ഗോഡ് അത് കേൾക്കില്ല. അങ്ങനെയുള്ളവരോടുള്ളൊരു ഒരു സറ്റയറായിട്ടാണ് അദ്ദേഹം ഇതിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. I tried in my imagination to write a bright letters outside my little heart the word God or God. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൽ അദ്ദേഹം എഴുതിയാണ് ആ ഓ ഗോഡ് എന്നുള്ള വേർഡ്. There was some pain in my left arm. It was as if a thick lead rod on a rod made of molten fire was slowly put powerfully crushing on my arm. അദ്ദേഹത്തിന് ആ ഒരു പെയിൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെഫ്റ്റ് ആമിൽ സ്നേക്ക് ഉണ്ടല്ലേ. അദ്ദേഹം ആ ഒരു ഫേസ് ടു ഫേസ് സിറ്റുവേഷനിലാണ് ആ സ്നേക്കും അദ്ദേഹവും തമ്മിലുള്ളത് അല്ലേ. എത്ര ചെറിയൊരു ഡിസ്റ്റൻസ് അവർ തമ്മിലുള്ളൂ. ആ ഒരു അദ്ദേഹത്തിൻ്റെ ആമിൽ വളരെ വളരെയുള്ളൊരു വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ആ കയ്യിൽ ഒരു സ്ട്രെങ്ത്തൊക്കെ
ചോർന്നു പോകുന്ന പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഈ സിറ്റുവേഷനിൽ നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യണേ, ഇതൊക്കെ ഇട്ട് നമ്മൾ ഓടിയേനെ അല്ലേ. പക്ഷെ അദ്ദേഹം ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹം ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി അദ്ദേഹം അവർ തമ്മിൽ ആ കാപ്റ്റയും അദ്ദേഹം തമ്മിൽ ഇത്ര അടുത്തുള്ള ആ ഒരു ഡിസ്റ്റൻസിലാണ് അവർ തമ്മിൽ ഉള്ളത്. What could I do? My slightest movement, the snake would strike me. എൻ്റെ ഒരു ചെറിയുള്ളൊരു മൂവ്മെൻറ്റ് വരെ ആ ഒരു സ്നേക്ക് ഒരു പക്ഷേ എന്നെ കൊത്തിയേക്കാം. Death lurked 4 inches away. Suppose it struck, what was the medicine I had to take? അല്ലേ, ആ ഒരു മരണം ആ ഒരു തൊട്ടടുത്ത നിമിഷത്തിൽ വരെ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തെ ആ ഒരു പാമ്പ് കൊത്തിയാൽ അദ്ദേഹം പെട്ടെന്ന് എന്ത് മെഡിസിൻ ആയിരിക്കും എടുക്കുക അന്ന് അദ്ദേഹത്തിനുള്ളിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഐ എം എ ഡോക്ടർ, ഐ എം എ ബാച്ചിലർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. പിന്നെ അപ്പോഴാണ് ഈ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ഓർത്തത്, ഈ ഒരു സ്നേക്ക് എന്നെ കൊത്തുകയാണെങ്കിൽ എന്ത് മെഡിസിൻ ആയിരിക്കും ഞാനപ്പോൾ എടുക്കുക. There were no medicine in the room. I was put a poor, foolish and stupid doctor. ഒരു തരത്തിലുള്ള മെഡിസിനും ആ റൂമിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം എന്താ പറയുക, ഐ ആം എ ഫൂളിഷ്, ഐ എം എ സ്റ്റുപ്പിഡ് ആൻഡ് ഫൂളിഷ് ഡോക്ടർ. ഞാൻ സ്റ്റുപ്പിഡായ എന്ത് ഫൂളിഷ് ഡോക്ടറാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞു ഐ എം എ ഡോക്ടർ, ഐ എം എ ബാച്ചിലർ എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം പറഞ്ഞാണ് ഐ എം എ വെരി സ്റ്റുപ്പിഡ് ആൻഡ് ഫൂളിഷ് ഡോക്ടർ എന്ന്. I forgot my danger and smiled feebly at myself. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെയിൻ അദ്ദേഹം പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ ആ ഡേഞ്ചർ സിറ്റുവേഷൻ അദ്ദേഹം പറഞ്ഞ് ഫീബ്ലി ഒന്ന് ചിരിച്ചു. ഫീബ്ലി വളരെ ക്ലിയർ അല്ലാത്ത, അത്ര ഒരു ക്ലിയർ അല്ലാത്ത, ബ്യൂട്ടിഫുൾ അല്ലാത്തൊരു ചിരി അദ്ദേഹം ചിരിച്ചു. It seemed as if God appreciated that the snake turned its head, it looked into the mirror and saw its reflection. ഒരു പെട്ടെന്നൊരു ദൈവം അനുഗ്രഹിച്ച പോലെ എന്ത് തോന്നി പാമ്പിന്. ആ പാമ്പ് ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ് തിരിച്ച ആ ഒരു മിററിലേക്ക് ഒന്ന് നോക്കി, അതിൻ്റെ റിഫ്ലക്ഷൻ നോക്കി. I do not claim that it was the first snake that had ever looked into a mirror, but it was certain that the snake was looking into the mirror. ബട്ട് അദ്ദേഹം എന്താ പറയുകയാണ്, ഞാൻ അവകാശപ്പെടുന്നില്ല ഈ ഒരു സ്നേക്കാണ് ആദ്യമായിട്ട് മിററിലേക്ക് നോക്കി തൻ്റെ റിഫ്ലക്ഷൻ കണ്ട ഒരു സ്നേക്ക് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ബട്ട് എന്തായിരുന്നു ആ ഒരു സ്നേക്ക്, അത് നോക്കിയത് എങ്ങോട്ട് തന്നെയായിരുന്നു, മിററിലേക്ക് തന്നെ നോക്കിയതായിരുന്നു. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? അത് അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടി അഡ്മയർ ചെയ്യുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുകയായിരുന്നു ആ ഒരു സ്നേക്ക്. ചിലപ്പോൾ ആകാം അല്ലേ. Was it trying to make an important decision about growing a mustache or using eyeshadow and mascara or wearing a woman's spot on his forehead? ഒരു പക്ഷേ ഈ ഒരു സ്നേക്ക് ഒരു ഐഷാഡോ മസ്കാരോ ഒക്കെ അണിയാനുള്ള ഡിസിഷൻ എടുക്കുന്നതാവാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേക്കിൻ്റെ ആ ഒരു നെറ്റിയിൽ ഫോർഹെഡിൽ ഒരു ചുവന്ന പൊട്ട് വെക്കാനുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ എടുക്കുന്നതാകാം. എന്തൊക്കെ ആയാലും ആ ഒരു സ്നേക്ക് ആ ഒരു മിററിനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. I didn't know anything for certain. What sex was the snake? Was it male or female? I don't know anything. Is it female or male? ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. He don't know anything. I will never know. ഞാനിതൊരിക്കലും അറിയാനും പോകുന്നില്ല. For the snake unwound itself from my arm and slowly slithered into my lap. From there it crept into the table and moved towards the mirror. എന്ത് ചെയ്തു, എന്തോ പെട്ടെന്ന് ആ ഒരു സ്നേക്ക് അദ്ദേഹത്തിൻ്റെ ആമിൽ നിന്ന് നേരെ താഴെ ഇറങ്ങി ആ ഒരു മിററിൻ്റെ ആ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്തു. Perhaps it wanted to enjoy its reflection at the close part. ഒരുപക്ഷെ എന്തായിരിക്കും ആ ഒരു സ്നേക്കിൻ്റെ റിഫ്ലക്ഷൻ ഭയങ്കര ക്ലോസ് ആയിട്ട്, മിററിൻ്റെ അടുത്തേക്കാണ് ഈ സ്നേക്ക് നീങ്ങിയത് അല്ലേ. ഇത് വളരെ ക്ലോസ് ആയിട്ട് ആ ഒരു സ്നേക്കിൻ്റെ റിഫ്ലക്ഷൻ ഈ മിററിൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം വളരെ ക്ലോസ് ആയിട്ട് ഈ സ്നേക്ക് ഈ മിററിൻ്റെ അടുത്തേക്ക് നീങ്ങിയത്. I was no mere image cut in granite. I was suddenly a man of flesh and blood. Still holding my breath, I got up from the chair. എന്തായി പെട്ടെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു ഞാനൊരു സ്റ്റോൺ പോലെ ആയി എന്ന് പറഞ്ഞു അല്ലേ. പെട്ടെന്ന് ആ ഒരു സ്നേക്ക് മാറിയ ഒരു നിമിഷത്തിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു കോൺഷ്യസ്നെസ് വീണ്ടെടുത്തു അല്ലേ. ഇവിടെ നിന്ന് എന്താ ഫ്ലഷ് ഉള്ള ഒരു മനുഷ്യനായി എന്ന് പറഞ്ഞ എന്താ അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ് പെട്ടെന്ന് അദ്ദേഹം ഒരു സ്റ്റോൺ പോലെ ആയി. ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ് അദ്ദേഹം വീണ്ടെടുത്തു.
I quietly went out through the door into the veranda. From there, I leaped into the yard and ran for all I was worth. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു പുറത്തേക്ക് ഓടി അദ്ദേഹത്തിൻ്റെ എല്ലാ സർവ്വശക്തി എടുത്ത് അദ്ദേഹം പുറത്തൂടെ ഓടി. Oh, each of us heaved a sigh of relief. All of us lit beads. Somebody asked, "Doctor, is your wife very fat?" അദ്ദേഹം ആ സ്റ്റോറി പറഞ്ഞവിടെ അവസാനിപ്പിച്ചു. ഇത്രയും നേരം അദ്ദേഹം പറഞ്ഞ സ്റ്റോറിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസിഡൻ്റാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ടല്ലേ, അവരോടാണ് ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. കണ്ടില്ലേ, എപ്പോഴെങ്കിലും കോബ്ര നിങ്ങളുടെ ഏതെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ചുറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഈ ലാസ്റ്റും എന്താണ്, കൂട്ടുകാർക്കൊക്കെ വളരെ ആശ്വാസമായി. എന്താ, ഇദ്ദേഹം രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലായി. അപ്പോൾ അതിൽ നിന്നാണ് ഒരു ഫ്രണ്ട് ചോദിക്കുന്നത്, ഡോക്ടർ നിങ്ങളുടെ വൈഫ് ഫാറ്റാണോ എന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആൻസർ എന്തായിരിക്കും നമുക്ക് നോക്കാം. ബഷീറാണല്ലേ, ഭയങ്കര അദ്ദേഹത്തിൻ്റെ ഒരു റിപ്ലൈ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ബഷീറിൻ്റെ കൃതികളാണ്. അദ്ദേഹം ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് വളരെ ഒരു ഹ്യൂമറോട് കൂടി ആയിരിക്കുമെന്ന് നമുക്കറിയാം. എന്നാലും നമുക്ക് നോക്കാം എന്തായിരിക്കുന്നു. No, the doctor said. ആയിരുന്നു, ഒരു ഫാറ്റ് ലേഡി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ്. അല്ല, God willed otherwise. My life companion is a thin, reedy person with the gift of a sprinter. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ലൈഫ് കമ്പാനിയൻ മീൻസ് ലൈഫ് പാർട്ട്ണർ. അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറയുന്നത് തിന്നായിട്ടുള്ളൊരു പേഴ്സണും കൂടിയാണ്. പിന്നെ എന്താ പറഞ്ഞാൽ കുറച്ചൊരു അത്ലറ്റിലൊരു കഴിവുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ഈ ഒരു വൈഫ് എന്നാണ് പറഞ്ഞത്. നേരത്തെ അദ്ദേഹം പറഞ്ഞു ഫാറ്റായിരിക്കണം, അദ്ദേഹത്തിന് എന്തെങ്കിലും സില്ലി മിസ്റ്റേക്ക് പറ്റുമ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ പറ്റാതിരിക്കണം. ബട്ട് ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറഞ്ഞൊരു തിൻ പേഴ്സണാണ്, കൂടാതെ എന്തുണ്ട്, ഒരു അത്ലറ്റിക് കഴിവൊക്കെയുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. Someone else asked, "Doctor, when you ran, did the snake follow you?" അപ്പോഴാണ് മറ്റൊരു 2-3 പേര് ഇരിക്കുന്നുണ്ടല്ലേ, മറ്റൊരു വ്യക്തി ചോദിച്ചത്, ഡോക്ടർ when you ran, did the snake follow you? നിങ്ങൾ ഓടിയപ്പോൾ ആ സ്നേക്ക് നിങ്ങളെ ഫോളോ ചെയ്തോ? The doctor replied, "I ran and ran till I reached a friend's house." ഞാൻ എവിടം വരെ ഓടി? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തുന്നത് വരെ ഞാൻ ഓടി. Immediately I smeared oil all over myself and took a bath. അത് പാമ്പൊക്കെ അദ്ദേഹത്തിന് ചുറ്റിയതാണല്ലേ. അദ്ദേഹം അവിടെ ചെന്ന് എണ്ണയൊക്കെ തേച്ച് നന്നായി ഒന്ന് ഒരു ഫ്രഷ് ആവാൻ വേണ്ടി നന്നായി ഒന്ന് കുളിച്ചു. I changed into the fresh cloth. The next morning at about 8:30 I took my friend and 1 or 2 others to my room to move my things from there. ഒരു പിറ്റേ ദിവസം രാവിലെ ഒരു 8:30 ആയപ്പോൾ ഞാൻ എൻ്റെ തിങ്സൊക്കെ എടുക്കാൻ വേണ്ടി, അവിടെ സാധനങ്ങളൊക്കെ എവിടെയാണല്ലോ, അദ്ദേഹത്തിൻ്റെ റൂമിലാണ്. ആ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെയും കൂടെ 2-3 പേരെയും കൂടെ കൂട്ടി ഇദ്ദേഹം ആ റൂമിലേക്ക് പോയി. But we found we had little to carry. Some thief had removed most of my things. The room had been cleaned out, but not really. The thief had left behind my thing was a final insult. അദ്ദേഹം അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഒരു തീഫ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഒന്ന് മാത്രം അയാൾ അവിടെ അവശേഷിപ്പിച്ചു. എന്തായിരിക്കും അത്? അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഇൻസൾട്ടായി എന്നാണ് പറഞ്ഞത്. ആ ഒരു സാധനം അദ്ദേഹത്തിന് വളരെ ഇൻസൾട്ട് ഉണ്ടാകുന്ന സാധനമാണ്. ആ ഒന്ന് മാത്രം ഈ ഒരു തീഫ് അവിടെ അവശേഷിപ്പിച്ചിട്ട് പോയി. What was that? I asked. ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ചോദിച്ചു, വാട്ട് വാസ് ദാറ്റ്? എന്തായിരുന്നു ഡോക്ടർ അത്? ആ ഒരു നിങ്ങൾക്ക് അത്രയും ഇൻസൾട്ട് ഉണ്ടാക്കുന്ന ഒരു വസ്തു അല്ലേ, എന്തായിരിക്കും ആ റൂമിൽ അത് അവശേഷിപ്പിച്ചിട്ട് പോയത് എന്ന് ചോദിച്ചു. The doctor said, "My worst, a dirty one. The fellow had such a sense of cleanliness. The rascal could have taken it and used it after washing with the soap or water." എന്തായിരുന്നു അദ്ദേഹത്തിന്? വേസ്റ്റ് ആയിരുന്നു, ഇന്നർ ഷർട്ടായിരുന്നു അല്ലേ, ആ ഒരു ബനിയനായിരുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടു. നോട്ട് സോ വൈറ്റ്, നോട്ട് ക്ലിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആ വെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വെസ്റ്റാണ് ഇദ്ദേഹത്തിന് ഒരു ഇൻസൾട്ട് ആകുന്ന പോലെ ആ ഒരു തീഫ് അവിടെ അവശേഷിപ്പിച്ചിട്ട് പോയത്. Did you see the snake the next day? A doctor. The doctor laughed. I never seen it. It was a snake with was taken of its own beauty. എന്താ പറഞ്ഞത്? മറ്റൊരാൾ ചോദിച്ചു, എ ഡോക്ടർ
നിങ്ങൾ ഈ ഒരു സ്നേക്കിനെ പിന്നീട് നെക്സ്റ്റ് മോർണിംഗ് ഈ സ്നേക്കിനെ നിങ്ങൾ കണ്ടോ? ബട്ട് അദ്ദേഹം ഒരു ചിരിച്ചുകൊണ്ട് മറുപടി ചെയ്യുകയാണ്, ഞാൻ ഒരിക്കലും ആ ഒരു സ്നേക്കിനെ പിന്നീട് കണ്ടിട്ടില്ല. എന്തിനായിരിക്കും ഒരു പക്ഷേ ആ സ്നേക്ക് വന്നതെന്ന് ബഷീറിൻ്റെ ആ ഒരു സ്റ്റൈൽ ബഷീർ പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ടാവും അല്ലേ. അദ്ദേഹം അത്രയും ഒരു അതുല്യ പ്രതിഭയായൊരു റൈറ്ററാണ് ബഷീർ. അപ്പോൾ ഒരു വളരെ ഹ്യൂമറായിട്ട് അദ്ദേഹം പല ആൻസറും ഇതിന് നൽകിയിട്ടുണ്ടാവാം. അദ്ദേഹം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരുപക്ഷെ ആ സ്നേക്ക് വന്നിട്ട് അതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ ഒരുപക്ഷെ ഈ മിററിലേക്ക് വന്നതായിരിക്കാം എന്നൊക്കെ പല ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താം അല്ലേ. എന്തായാലും ബഷീറിൻ്റെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റോറിയാണ് ദ സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടു ആ ഒരു നേച്ചറുമായിട്ടുള്ള ആ ഒരു ഹാർമണി ഇദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. ബഷീറിൻ്റെ പല കൃതികളിലും എടുത്താലും നമുക്ക് കാണും ഒരു ഹാർമണി, നേച്ചറുമായിട്ടുള്ളൊരു ഹാർമണി, ഒരു ക്ലോസ് അറ്റാച്ച്മെൻറ്റ് എന്താണ് അവിടെ ആ എല്ലാ കൃതികളിലും തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. പാത്തുമ്മയുടെ ആട് നിങ്ങൾ എടുത്ത് നോക്കിയേ, അതിന് ഗോട്ട് ഇസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദറ്റ് സ്റ്റോറി അല്ലേ. ഒരു ഗോട്ടാണ് ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ആ സ്റ്റോറിയിൽ വരുന്നത്. ഭൂമിയുടെ അവകാശികളാണെങ്കിൽ ആ ഒരു സ്റ്റോറി ആണെങ്കിൽ ഭൂമിയിലെ എല്ലാ ലിവിങ് ബീങ്സിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസും സ്ഥാനവും ഉണ്ട് എന്ന് പറയുന്ന സ്റ്റോറിയാണ് ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി. അതേപോലെ തന്നെ സ്നേക്ക് ആൻഡ് ദ മിററിൽ എന്താണ് പറയുന്നത്? ആ ഒരു മനുഷ്യനും മറ്റേ ആ അതർ ലിവിങ് ബീങ്സും തമ്മിലൊരു ഹാർമണി, ആ ഒരു ഹാർമണി കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്തില്ല. പാമ്പ് ഇദ്ദേഹത്തെ സ്ട്രക്ക് ചെയ്യുകയോ നേരെ മറിച്ച് ഇദ്ദേഹം പാമ്പിനെ അടിക്കുകയോ ഒന്നും ചെയ്തില്ല. രണ്ടുപേര് വളരെ ആ ഒരു ഹാർമണി കീപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പം നേച്ചറും ഈ ഒരു ഹ്യൂമൻ ബീയിങ് തമ്മിലുള്ള ഒരു ഹാർമണിയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ, ഈ ഒരു സ്റ്റോറിയിലൂടെ ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബഷീറിൻ്റെ ആ ഒരു ഹ്യൂമറിനെ പറ്റി പറഞ്ഞു, ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറഞ്ഞു. എല്ലാം നിങ്ങളൊന്നുകൂടെ മനസ്സിരുത്തി വായിച്ച് നോക്കുക. പിന്നെ എൻ്റെ സൈഡിൽ കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഫോർ യുവർ കോംപ്രഹെൻഷനാണ്, നിങ്ങളുടെ കോംപ്രഹെൻഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ അതിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ 2-3 ആക്ടിവിറ്റിയാണ് ഉള്ളത്. പക്ഷേ ആ ഒരു 3 ആക്ടിവിറ്റി കൊണ്ട് ആ ഒരു ചാപ്റ്റർ തീരുന്നില്ല. അതിൽ ഒരുപാട് പോസിബിൾ ക്വസ്റ്റ്യൻസ് വേറെയും ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു നോട്ടീസ് ഉണ്ട്, ഡയറി ഉണ്ട്, ഇങ്ങനെയുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് അതിൽ ഇനിയും ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.